ഗൈസ്, വെൽക്കം ടു മേക്ക് ആൻഡ് മിങ്കിൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോയിൽ ക്ലേ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് മിനി കിച്ചൺ സെറ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഓരോന്നായിട്ട് നോക്കാം. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അടുപ്പാണ്. ഇതൊരു മിനി കിച്ചൺ സെറ്റ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിലും ഇതുപോലെ അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അടുപ്പൊക്കെ മണ്ണിൽ വെച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു അടുപ്പ് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കൊരു ക്യൂട്ടായിട്ട് പെട്ടെന്ന് ഒരു അടുപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ 2-3 കാലും വെച്ച് കൊടുക്കുക. പിന്നെ വിറകൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളും കൂടി ചെയ്തെടുക്കുക. പിന്നെ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുപ്പ് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ചട്ടിയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരുന്നു ഈ പരിപാടി. ഇതിന് എന്താ പറയാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് അതും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു പറഞ്ഞാൽ നമ്മുടെ അടുപ്പിന്റെ 90% പരിപാടികളും കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ അല്ലേ? ഈ അടുപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ സോയിൽ ക്ലേ ഉണ്ടാക്കി നോക്കണം. നമ്മൾ സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം മഴക്കാലം ആണെങ്കിൽ എന്താണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. വെള്ളം വെച്ചിട്ട് എത്ര വൃത്തിയിൽ ഷേപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ അടുപ്പ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനെ നല്ല വൃത്തിയിൽ ഷേപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ദിവസം ഉണക്കാൻ വെച്ചിട്ട് ഇതുപോലെ വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ വൈറ്റ് കളർ ഡോട്ട്സ് ഇടുന്നതിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഭംഗിയിൽ എടുക്കുക. 2-3 ഫോട്ടോഷൂട്ട്സും കൂടി ചെയ്തെടുത്ത് നമ്മുടെ അടുപ്പ് സെറ്റായി. അപ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ചീനച്ചട്ടിയാണ്. ചീനച്ചട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണ്ണ് കുഴച്ച് ഇതുപോലെ തമ്പ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു കുഴി പോലെ ആയി കിട്ടും. ആ കുഴി പോലെ ആയി കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്തെടുക്കുക. വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തു പറഞ്ഞാൽ ഇതിലുള്ള ആ ക്രാക്സ് ഒക്കെ നമുക്ക് മാറ്റി കിട്ടാൻ പറ്റും. പിന്നെ അത് നിൽക്കണമല്ലോ, അതിനായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. പിന്നെ അടുപ്പിലൊക്കെ വെച്ച് കൊടുക്കുക. നമ്മുടെ അളവൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുക. ഇനി അടുത്തത് പിടി സെറ്റാക്കലായിരുന്നു. ഈ പിടി സെറ്റാക്കൽ എൻ്റെ പൊന്നോ, പിടിവെക്കുന്നു വരുന്നു ഈ ഒരു അവസ്ഥയായിരുന്നു. ഇനി അവസാനം എങ്ങനെയൊക്കെയോ അതൊന്ന് സെറ്റാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടെ സെറ്റാക്കി കിട്ടിയ ശേഷം അതും കൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അതും സെറ്റാക്കി കിട്ടിയിരിക്കുകയാണ്. പിടി വെച്ച ശേഷം നമ്മൾ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്യണം. എന്നാലേ ഒരു ലുക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല നല്ല ഭംഗി ഉണ്ടാവണ്ടേ. നമ്മൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് ഭംഗിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ വെള്ളം വെച്ച് നന്നായി ഷേപ്പ് ചെയ്തെടുത്തു. വീണ്ടും ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് കളർ ഡോട്ട്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടിന്റെ ഏകദേശ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ചീനച്ചട്ടിക്ക് എന്താ പരിപാടി ബാക്കിയുള്ളത്? കുറച്ച് ഫോട്ടോഷൂട്ട്സ് അല്ലേ? അങ്ങനെ 2-3 ഫോട്ടോഷൂട്ട്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചീനച്ചട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടി എന്തായാലും സിമ്പിൾ ആണ്. അത് ട്രൈ ചെയ്യാൻ എന്തായാലും മറക്കരുത്. സോയിൽ ക്ലേ ഉണ്ടാക്കിയിട്ട് സോയിൽ ക്ലേയിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ അടുപ്പും ചീനച്ചട്ടിയും കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനാണ്. പാൻ ഇതുപോലെ മണ്ണ് കുഴച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് വല്ല അടപ്പുണ്ടെങ്കിൽ ആ ഒരു അടപ്പിന്റെ മോളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഷേപ്പിൽ കിട്ടും. കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു പറഞ്ഞാൽ നമ്മുടെ പാനിന്റെ ഏകദേശം മോൾ ഭാഗ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പിടി സെറ്റായി, അതുപോലെ തന്നെ പാനും സെറ്റായി. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അവിടെ ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പാന് നല്ല വിട്ട് വരാനുള്ള ചാൻസും വളരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ എന്താ, നമ്മൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. വെള്ളം വെച്ചിട്ട് എത്ര വൃത്തിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും വൃത്തിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ലുക്കിന് ഇതുപോലെ ഒരു ഓട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വൈറ്റ് ഡോട്ട്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പാനിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പാനിന് ഫോട്ടോഷൂട്ട്സ് എടുത്ത് കൊടുക്കണ്ടേ? അങ്ങനെ 2-3 ഫോട്ടോഷൂട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാനിന്റെ 100% പരിപാടികൾ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പാനിന്റെ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് മഗ്ഗൻ സോസ് ആണ്. ഈ ഒരു മഗ്ഗൻ സോസ് വളരെയധികം മിനി ആയി പോയോ എന്ന് നല്ല സംശയമുണ്ട്. അപ്പോൾ നമ്മൾ സോയിൽ ക്ലേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് സർക്കിൾ ചെയ്തെടുത്തിട്ട് ഒരു ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഷേപ്പ് ചെയ്തെടുത്ത ശേഷം പിടി സെറ്റാക്കുക. പിടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്രാച്ച് ചെയ്തിട്ട് അങ്ങനെ പിടിയും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഏകദേശം മഗ്ഗിന്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ, വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം സോസ് ഇതുപോലെ റെഡിയാക്കാൻ വേണ്ടി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മഗ്ഗൻ സോസും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി മഗ്ഗൻ സോസും റെഡി ആയി കഴിഞ്ഞാൽ അതിന് കുറച്ച് സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് കളർ ഡോട്ട്സും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. വിചാരിച്ചത്ര പോലെ ഒത്തില്ല ഈ ഒരു മഗ്ഗൻ സോസും. എന്നാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മഗ്ഗൻ സോസിന്റെ 2-3 ഫോട്ടോഷൂട്ട്സ് കഴിഞ്ഞു. അടുത്ത പരിപാടി അപ്പോൾ പ്ലേറ്റും സ്പൂൺ ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മുടെ അടുത്തത് പ്ലേറ്റും സ്പൂണുമാണ്. പ്ലേറ്റും സ്പൂൺ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. പ്ലേറ്റ് ഉണ്ടാക്കാൻ ഇതുപോലെ ഒന്ന് കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത ശേഷം നമ്മൾ പാന് ചെയ്ത പോലെ സൈഡ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു പറഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. പ്ലേറ്റിന് പിന്നെ നന്നായിട്ട് വെള്ളം വെച്ച് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞു പറഞ്ഞാൽ പ്ലേറ്റിന്റെ ഏകദേശ പരിപാടികളൊക്കെ നമ്മുടെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് സ്പൂണല്ലേ, സ്പൂണൊക്കെ 5 മിനിറ്റോടെ വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല സിമ്പിൾ സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സോയിൽ ക്ലേ ഉണ്ടാക്കിയിട്ട് ഈ സിമ്പിൾ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാൻ മറക്കരുത് കേട്ടോ. ഇനി പ്ലേറ്റിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് കളർ ഡോട്ട്സും കൂടെ ചെയ്തെടുക്കുക. പിന്നെ സ്പൂണിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂണിലും വൈറ്റ് കളർ ഡോട്ട്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റും സ്പൂണും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പ്ലേറ്റും സ്പൂണും റെഡി ആയി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലമാണ്. ഇത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണോ ചോദിച്ചാൽ കുറച്ച് ടാസ്ക് പിടിച്ച
പരിപാടിയാണ്. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് റൗണ്ട് ആക്കിയിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് കുഴിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സൈഡ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കണം. സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. അതൊരു കലത്തിന്റെ ഷേപ്പിന് കറക്റ്റ് ആയിട്ട് അവസാനം എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കലം ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കലത്തിന് ഒരു അടപ്പ് വേണ്ടേ, വെറുതെ കലം വെച്ച് തുറന്നു വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അടപ്പിനായിട്ട് ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മറ്റേ കപ്പും സോസും ഉണ്ടാക്കുമ്പോൾ ചെയ്തില്ലേ, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലത്തെ വൈറ്റ് ഡോട്ട്സ്. അങ്ങനെ കലത്തിന്റെ ഫോട്ടോഷൂട്ട്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കലം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി ഗ്ലാസ് ആണ്. മിനി ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇടണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചാണ്. കാരണം ഇത് അത്ര വലിയ പരിപാടികളൊന്നുമില്ല. കാരണം ഇതൊന്നും ചെയ്യാനില്ല, വളരെയധികം സിമ്പിൾ ആണ്. ഈ മിനി ഗ്ലാസ് വെച്ചിട്ട് ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് വരെ സംശയമായി. കാരണം അത്രയും ചെറിയൊരു ഗ്ലാസ് ആയിപ്പോയി. ഇത് ഗ്ലാസ് ആണോ അതോ പാത്രമാണോ എന്ന് വരെ കൺഫ്യൂഷൻ ആയി. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമ്മുടെ മിനി ഗ്ലാസ്സിനെ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പൊ ഷേപ്പ് ചെയ്തെടുത്ത ഒരു ഗ്ലാസിന്റെ രൂപക്കെത്തി എന്നാണ് എൻ്റെ ഒരു തോന്നല്. അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ വൈറ്റ് കളർ ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശ പരിപാടികളൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മിനി ഗ്ലാസിന്റെ ഏകദേശ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി മിനി ഗ്ലാസിന് 2-3 ഫോട്ടോഷൂട്ട്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിനി ഗ്ലാസ് കഴിഞ്ഞ ശേഷം അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൗളാണ്. നമ്മൾ ചീനച്ചട്ടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, അറ്റത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് അതേ പ്രോസസ്സാണ് നമ്മൾ ഈ ബൗൾ ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത്. കാരണം അതിൽ പിടിയുണ്ട്, ഇതിൽ പിടിയില്ല, അത്ര ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ വെള്ളം വെച്ച് ഷേപ്പ് ചെയ്താൽ ക്രാക്സ് പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ബൗളും ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കിച്ചൺ സെറ്റിന്റെ ഏകദേശ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എല്ലാം ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ കുറച്ച് സാധനങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സോയിൽ ക്ലേ വളരെ എളുപ്പത്തിൽ ഈ മഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും കാണാൻ മറക്കരുത്. അങ്ങനെ ബൗളും നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക, നല്ല വൃത്തിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കാണാനും ഒരു ലുക്കൊക്കെ ഉണ്ടാവും. അതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഇതുപോലെ വൈറ്റ് കളർ ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ക്യൂട്ടായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ബൗളും നമ്മുടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ആ ബൗളിന്റെ ഫോട്ടോഷൂട്ട്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ബൗളിന്റെ പരിപാടികളും ചെയ്ത്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മിനി കിച്ചൺ സെറ്റിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.